അല്ലാഹു സാക്ഷി ഇന്ന് ലൈവായി 2 വിക്കറ്റുകൾ നേരിട്ട് വീഴുന്ന മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോ ഹൂറിമാരൊത്ത് സുഖിക്കാൻ വേണ്ടി ഈ ഖുറാനകത്തെ നാട്ടുകാർക്ക് കൊള്ളാന്ന് ഒരു വരി പറ. ബോധമുള്ളവർക്ക് എന്തായാലും കാട്ടാ വരാതായിട്ട് തോന്നുന്നു. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന തരത്തിൽ കൊള്ളാവുന്ന ഒരു വരി പറ. അടുപ്പിച്ച് പൂജ്യത്തിന് മടങ്ങിയതോടുകൂടി 2 ഡക്കാണ് 2 ഡക്കുകളുടെ എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. ഈ ഖുറാനകത്തെ നാട്ടുകാർക്ക് കൊള്ളാന്ന് ഒരു വരി പറ. ഒരാളെ കൊല്ലുന്നതിനെ പറ്റി ഒന്നുമല്ല നമ്മുടെ ചർച്ച. തങ്കക്കുറവേ നമ്മൾ ഈ നാണം കേട്ടല്ലോ. നിന്നെ പോലെ നിന്നെ അയൽക്കാരനെ സ്നേഹിക്കണം. അത് വെറുതെ പറയുന്നതാണ്. ഇത് അങ്ങനെ ആകത്തില്ലെന്ന് അറിഞ്ഞോ. നിങ്ങൾ ഒരാൾക്ക് ജീവൻ കൊടുത്താൽ നോട്ടിലുള്ളവർക്കൊക്കെ കിട്ടും. ചുമ്മാ പറയുന്ന വരികളല്ലേ. ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. ജൈവം സ്നേഹമാണെന്ന് പറഞ്ഞാൽ ജനമൈത്രി പോലീസ് എന്നാൽ തീട്ടത്തിന് സുഗന്ധമുണ്ടെന്ന് പറയുന്ന പോലെ നടക്കത്തില്ല. ഇതിനായി പറയുന്ന ദൂര്യവനെ ചുമന്ന ചുമന്നവനെ നാറുവന്നു. തീർന്നില്ല, അത് നടക്കത്തില്ല. കരിവുണ്ട്, ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് എല്ലാവരും നിയന്ത്രിക്കുന്നതെന്ന് പഠിപ്പിച്ചതിന് ശേഷം ഈ കരിവുണ്ട് ഈ നാട്ടിനകത്ത് നമ്മൾ ഈ കാണുന്ന ഒന്നൊന്നിനെ തിന്നാന്, ഒന്നൊന്നിനെ ആഹരിക്കാനായിട്ട്, ഒന്നൊന്നിനെ ആഹരിക്കാനായിട്ടുണ്ടാക്കുന്ന ഒരു സംവിധാനം ലോകത്തുണ്ടാക്കിയവനെ കൈ കിട്ടിയ അടിക്കേണ്ടതാണെന്ന്. നിനക്ക് വിഷഹാരി അറിയില്ല. വിഷ ഊതി കയറ്റാനും ഊതി ഇറക്കാനും ഒരു നിമിഷം വേണ്ടിരിക്കെ വിഷരാജനാ ഞാൻ. ഇവനെ തൂക്കിയെടുത്ത് പുറത്തെറിയണം. കാവടി കളിച്ചു പോയ ആളാ ട്രാജഡി ആയിട്ട് കിടക്കണ കണ്ടില്ലേ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ചെറുട്ടമാ. നീ ഇത്രല്ലേ കണ്ടോളൂ. അങ്ങോട്ട് നോക്കിയേ. ഇന്നാളൊരു മൊല്ലാക്ക പറയണ്ടായിരുന്നു, നമ്മളെയാണല്ലോ മച്ചമ്പി. സ്വർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴകളാണത്രേ. ഒന്ന് തേനിന്റെ പുഴ, ഒന്ന് പാലിന്റെ പുഴ. എന്ത് വൃത്തികേടായിരിക്കും പുഴയെ കൂടി പാലൊഴുകി വന്നത്. അയ്യോ എന്നെ ചവിട്ടുന്ന എന്നെ കൊല്ലേണ്ടതാ. നീ കാരണം എന്റെ ജീവിതം ഇങ്ങനെ കോഞ്ഞാട്ട പോലെ ആയിപ്പോയി. പിന്നെ 18 കിലോമീറ്റർ ഉണ്ടാവും അത്രേ ഒരു റൂം. എന്തിനാണ് നടന്ന് തൂറാനാ? എന്റെ ചങ്കിലാ കൊള്ളുന്നത് ഓരോരുത്തന്മാര് കളിയാക്കുമ്പോ. ഞാൻ പറഞ്ഞ തെറ്റായി പോയെന്ന് നിങ്ങൾ ക്ഷമിക്കണം. ശ്രീലങ്കയിൽ ഞാൻ ഒരു ദിവസം പോയപ്പോ അവിടെ ചെന്നൊരു ബോംബ് സ്ഫോടനം ഉണ്ടായി. അപ്പൊ ഞാൻ താമസിക്കുന്ന ഹോട്ടലിലാണ് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായത്. 7 പേര് മരിച്ചോടെ ഹോട്ടലിൽ. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. ഈ ബോംബ് സ്ഫോടനത്തിന് ശേഷം അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു നേഴ്സ് ഉണ്ട്, എൻ്റെ സുഹൃത്ത്. അപ്പോൾ അവളോട് ഈ വിശദവിവരങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ചേട്ടാ അവിടെ ബോംബ് പൊട്ടി മരിച്ചതിൽ ഒരാളുടെ ലിംഗത്തിൽ ഇരുമ്പൊറട്ടേക്കണം. നീ പ്രതീക്ഷിക്കുന്നതിലും വളരെ വലുതാണ് ഞങ്ങളുടെ ലോകം. എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. എന്തായെന്ന് അന്വേഷിച്ചപ്പോൾ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഹൂറിമാരൊത്ത് സുഖിക്കാൻ വേണ്ടി ഇതിനൊന്നും പറ്റരുതല്ല, ശരീരം ചിന്നിച്ചെറിയ ഒരു കുഴപ്പമില്ല. അത്രക്ക് വരെ അന്ധവിശ്വാസത്തിൽ ആളുകൾ ഏർപ്പെട്ടു. വയ്യ, ഇനി വയ്യ. മാവേ കയറാനും 4 കാലേ നടന്ന് നടുപടിക്കാനും ഇനി ഞാനില്ല. അപ്പൊ നമുക്ക് വൈകിട്ട് കാണാം. ഞാൻ പോട്ടെ.